3 പ്ലേറ്റ് ഉണ്ട് കറക്റ്റ്. എന്തേലും ഇട്ടക്കാല പാത്രങ്ങള്, സോപ്പും പൊടി. അല്ല പോക തിരുമ്പിങ്ങൊക്കെ ഇവിടെ വരാനുള്ള പരിപാടി ഒന്നുമില്ലേ? അല്ല സാധനം വണ്ടി നിർത്തിട്ടില്ല, രോഗിനെ കൊണ്ടൊന്ന് കടത്തിയേക്കണേ. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങളൊക്കെ കെട്ടിച്ച പെരിന്ന് ഇങ്ങോട്ട് വന്നിക്കാണ്. ഷംന ഓൺ ദ വേ ആണ്. എന്താ വെച്ചാല് ഇപ്പാനായിട്ട് ഞങ്ങൾ മരുന്നിന് പോകുന്നുണ്ട് പറഞ്ഞു. ആ ദിവസം നിന്നാട്ടോ. ആ സാധനമൊക്കെ സെറ്റാക്കി എല്ലാം പാക്ക് ചെയ്ത് ഒക്കെ അവിടെ ഒരുക്കി വെച്ചിക്കണ്. എന്താ പണി? ഓ, വളർക്കാനോ? ഇതായിട്ടോ ബാഗും കാര്യങ്ങളും ഒക്കെ. അച്ചാറുണ്ട്, ബാഗുണ്ട്, തൂക്കാത്രം സംഭവമൊക്കെ ഉണ്ട്. മലപ്പുറത്താണ് നമ്മൾ പോണത് അല്ലേ? ഇനിയെങ്കിലും ശരിയായി റെഡിയായി ഇപ്പൊ വരട്ടെ, ഉഷാറായി. വലിയൊരു ബാഗൊക്കെ ഉണ്ട്, ഇതൊക്കെ സാധനങ്ങളാണ്. അപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടുന്ന് കഞ്ഞി കുടിച്ചാ? കൊറേ ഉണ്ട് കഞ്ഞി. ഓനും കുടിച്ചിട്ടുണ്ട് അച്ചാറ് കഞ്ഞി. ചാടി അല്പം കുടിച്ചു. നിങ്ങൾ കുടിച്ചാ? ഞാൻ കുടിച്ചണെന്നാ. സമനപ്പ വരാന്ന്. എന്റെ മാറ്റില്ല കഴിഞ്ഞോ? പിന്നെ ഇതെവിടെ സ്ഥലം പറഞ്ഞേ? പട്ടാമ്പി, കുമ്പേരി, കൂടലൂര്. കൂടലൂരോ? കൂടലൂര് ആദ്യായിട്ട്. കുമ്പിടി നമ്മള് കേട്ടിരിക്കുന്ന സിനിമയില്. ഏതായാലും പറഞ്ഞ 2 ആഴ്ചത്തോളാണ് അല്ലേ? നമുക്ക് അറിയില്ല, നമ്മളോട് കറക്റ്റ് എത്ര 3 ആഴ്ചയോളം നിക്കണോ പറയും. പള്ളി പോലെ ആക്കി തരാം. വാപ്പാന്റെ കാര്യങ്ങൾ നോക്കാൻ മതി. ഒക്കെ മാറി ശരിയായി കത്തല്ലേ? എന്തൊക്കെയോ പറയണ്ട്. മലക്കടില്ല, എന്നിട്ട് താഴെക്കടിന്നെ വിളിച്ചോണ്ടുപോയി. അങ്ങനെപ്പോ ഞങ്ങൾ ഇവിടെ എത്തി. ചെറിയപ്പോൾ സ്ഥലത്തേക്ക് പോകാണ്ടായി. അവിടെ നേരം വൈകിയാണ്. നമ്മള് പറഞ്ഞ ടൈം 12:30. 12:30 കഴിഞ്ഞ് 1 മണി കഴിയാനായിട്ടോ. അപ്പം അളിയാക്കപ്പ ഉണ്ടായിന്. അളിയാക്കാനെ പാരോ വിളിച്ച് ഇതുവരെ പോയതാണ്. ഞങ്ങള് വന്നു. അപ്പൊ അളിയാക്ക 11 മണിക്കോ 10:30 എത്തിക്കണ്. അപ്പൊ എല്ലാ സാധനങ്ങളും ഇറക്കി പൊറുക്കി. ഇന്നലെ തന്നെ എടുത്തൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പൊ സാധനങ്ങളും കാര്യമൊക്കെ എടുത്തേച്ച് ഞങ്ങൾ എന്നാ തിരിച്ചു വരവ്. ഇനി ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ടില്ല. ഫ്രെയിം കുറച്ച് ദിവസത്തിന് ഇനി ഉണ്ടാവൂല. 2 ആഴ്ച, 3 ആഴ്ച. എങ്ങനെയാണ് മാറുകയാണെങ്കിൽ നമുക്ക് എത്രയും ആണെങ്കിൽ കാര്യം തന്നെയല്ല, അത്ഭുതം തന്നെയാണ് മാറിക്കഴിഞ്ഞ. അപ്പം ഞങ്ങൾ ഇനി ഇതിനെ പറ്റി വീഡിയോനെ പറ്റി നിങ്ങൾക്ക് ഇപ്പാന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പാക്ക് എങ്ങനെ ഉണ്ട് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വിവരം കാര്യമൊക്കെ പറഞ്ഞുതരാം. കാരണം ഓനോട് ഏൽപ്പിച്ചിരിക്കണത് അപ്പൊ നടക്കുന്ന അപ്ഡേറ്റുകൾ ഓനോട് വീഡിയോ എടുക്കാൻ വന്നിങ്ങനെ. അപ്പൊ ഞങ്ങൾ ഉപ്പാനായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ വിവരങ്ങളോട് പറയുന്നത് എവിടെയാണ് ഇതാണ്. കാരണം ഉപ്പാനെ മാറി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം കാലത്തത്. അപ്പൊ പോണത് ആരൊക്കെ വെച്ചാല് ഞാന് ഷെഫീക്ക് ചെറിയ ഉമ്മ ഇപ്പിയാണ് പോണത്. ഓക്ക് കുട്ടികളായിട്ട് കഴിയൂല. പിന്നെ എല്ലാരും പോയിട്ട് കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ. എന്താ നിങ്ങൾക്ക് അറിയല്ലേ? അവിടെയൊക്കെ ഏൽപ്പിച്ചോർത്ത് ഇങ്ങോട്ട് വരും. കാരണം നിൽക്കാനുള്ള സാഹചര്യം ഇല്ല. കുട്ടികൾക്ക് സ്കൂളൊക്കെ അല്ലേ, തുറക്കല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ ഫുഡ് കഴിച്ചു. തരിപ്പ് പോവാതെ ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ഫുഡൊക്കെ തരിപ്പ് പോവാതെ തിന്നുണ്ടടി. ആദ്യമായിട്ടാണ് രാവിലെ ഒറ്റക്ക് തിന്നാൻ കൊടുത്തു, അതും തിന്നു എന്നൊക്കെ പറഞ്ഞു. തിന്നുമ്പോ അപ്പൊ നമ്മക്ക് അതിലൊക്കെ മാറ്റണ്ടേ. ഇനി നടത്തി തരാന്ന് ഇപ്പാനെ കൊണ്ട് ആവണ വിധത്തിൽ പോലെ ആക്കി തരാന്ന് പറഞ്ഞില്ല. എന്താ കുയിച്ചിലും കാര്യൊക്കെയാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു അവിടുത്തെ ആളെ ഞങ്ങൾക്ക് അറിയാം. അവിടെ പോലെ ബാപ്പേനെ കൊണ്ടുവന്നതിനൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലിൽ ആൾക്കാർക്ക് അറിയും. എട്ടാളാണ്, 2 മക്കളാണ്. എന്താ ഉപ്പാക്ക് പറയാല്ലേ? പോയി വരുമ്പോ സാറാവൂലേ? ഉപ്പാനോട് ഇങ്ങോട്ട് നിങ്ങൾ വരുമ്പോ ഉഷാറായി വരി.
ബാക്കി പഠിച്ചോന്റെ കയ്യിലാണ്. അപ്പൊ ഞോലൊക്കെ തിരിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാരും കൂടി നല്ല വീഡിയോസും കാര്യൊക്കെ. അതിൽ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ എവിടെയാണ്. എല്ലാരും പട്ടാമ്പി എന്ന് പറഞ്ഞു. പട്ടാമ്പി കുമ്പടി ഇതേപോലെയുള്ള അസുഖമുള്ള ഒരു താത്ത, അതിന്റെ മാപ്പിളക്കാണിത്. ഞങ്ങൾ ഇടയ്ക്കിടക്ക് വിളിച്ചു. താത്തിയുണ്ട്, അതായത് ചെറിയാപ്പൂനിലെ ഒരു കാക്കണ ചേക്കിലില്ലേ നാട്ടിൽ വന്നിട്ട് അതിന്റെ പന കൊണ്ടുപോകാനാണ് എന്നിട്ട്. അപ്പൊ ഞങ്ങള് ഫുൾ ഡീറ്റെയിൽസും കാര്യൊക്കെ ഞങ്ങള് പറഞ്ഞത് പോയിട്ട് എങ്ങനെ എന്താ ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഇറങ്ങാൻ നിക്കാണ്. സിഫ്നാളിയാക്ക് വന്നാല് പോകും അല്ലേ? എന്നാ നീച്ചു പോകല്ലേ? അപ്പൊ കൊറേ ഒക്കെ പാക്ക് ചെയ്തു. ഇമ്മി ഇപ്പൊ ഇവിടെ ഇല്ലാത്തോണ്ട് ഷെഫീഖും ഇല്ല. ഷെഫീഖിനോട് പിന്നെ ഞങ്ങൾ ഇടക്കിടക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് ഒറ്റക്ക് കഴിയാണെങ്കിൽ പിന്നെ ഒന്നരാടൊക്കെ അങ്ങനെ മാറി മാറി നിൽക്കാലോ. ഇൻഷാല്ലാ ഞായറാഴ്ച കൊയ്വുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കൊടുക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എല്ലാം റാത്തായി നടക്കട്ടെ. അപ്പൊ ഇനി പോകാ വിളിക്കല്ലേ? അപ്പൊ നമ്മളിഞ്ഞ് പോകുക. അപ്പൊ ഞങ്ങൾ അച്ചിമ്മി അപ്പയൊക്കെ പോവാണ് ഗെയ്സ്. ഞാനിഞ്ഞ് കൊച്ചിച്ച് അങ്ങോട്ട് വരൂല. ഇമ്മപ്പഞ്ഞ് ഇവിടുത്തെ മുറ്റവും കാര്യൊക്കെ കഴുകാനല്ല അടിച്ചു വരാനൊക്കെ ഏൽപ്പിച്ചിരിക്കണം. അപ്പൊ ചെരുപ്പ് വേണ്ട പോണം. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. അവിടെ കേബിൾ ടിവിന്റെ ഒരരത്തിന് കൂട്ടിയതല്ലേ? അലമാര കൂട്ടിട്ടില്ല. ഇറങ്ങുമ്പോ എല്ലാരും സാധാരണ പെരയാണ് പൂട്ടല്. നമ്മളാദ്യം പൂട്ട ചൂറാക്കാണ്. അതില് പൈസ ഇട്ട് വെച്ചിക്കണാവോ? കവർ കൊണ്ടുപോയിട്ടോ. ഒരു കവറിന്റെ കേട്ടോ. അതിന്റെതാ ആക്കിന്റെ അതൊന്നും കൊടുക്കൂല. അന്ന് തരൂല. അല്ല എന്റെ ഫോണോടെ ആകതി ഞാൻ എത്തുണ്ട്. വരി ഇന്റതാണ്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടേക്കും. അങ്ങനെ നമ്മള് സാധനങ്ങളും കാര്യൊക്കെ വള്ളക്കുപ്പി വേക്കിലൊക്കെ അമ്മ. ഫ്ലാസ്കും കഞ്ഞിപ്പാത്രവും വെള്ളക്കുപ്പിയും ഒക്കെ എടുക്കട്ടെ. ഫോണോലെ കൈ കൊടുക്ക. വെള്ളപ്പ തന്നെ കുടിച്ചാ വെള്ളം എടുക്കണ്ടോ അറിയിച്ച്. ഓ ക്വാലിക്കുപ്പി ഉണ്ടായി വള്ളം. ക്വാലിക്കുപ്പിയോ? ഇത് ചായ വെള്ളം അല്ല, ചൂട് വെള്ളം. ഇത് പോകൂല. അക്കോമഡേഷൻ ഒക്കെ ഓല വകയില്. ചിക്കനൊന്നും കിട്ടൂലടാ. ആയുർവേദല്ലേ? അതിനെ പായ എടുത്തളി. ചെലപ്പോ ഒരു ബെഡ് ഉണ്ടാവുള്ളൂ. ആ അല്ല, അതൊന്നും എന്റെ അല്ല. ഫിദാനെ അത് റംബൂട്ടാനാണ്. ഒക്കെ ഉണങ്ങി കരഞ്ഞിക്കണ്. പക്ഷെ എപ്പോഴേലും തളർക്കാരം. വെള്ളം ഒഴിച്ചിട്ട് മഴയത്ത് എന്ത് വെള്ളം അതന്നെ. അതിന് വരെ അല്ലാതെ കല്യാണം അതാണ്. അതൊക്കെ അച്ചിമാന്റെ. എടി വയറുവേദന ഉണ്ടടി കുട്ടിക്ക്. അതാണ് നിറഞ്ഞ്.
ഉമ്മ അങ്ങനെ ഇപ്പാനൊക്കെ വണ്ടി കെട്ടിട്ട് ഞങ്ങള് ആരാണ് അടിച്ചോനെ ഓന് വണ്ടി ഓട്ടാൻ അറിയോ ഇന്നത്തെ കോട്ട് ഇട്ടില്ല അറിയാ ഉപ്പ ഷിഫ്റ്റ് ഓട്ടിയാ പോവല്ലപ്പാ ഞങ്ങള് പോയി എല്ലാവർക്കും അസ്സലാമലൈക്കും എല്ലാവരും പ്രാർത്ഥിച്ചാൽ സവിക്കേ ഇല്ലേ ഞങ്ങള് നോക്കുവേ കൈ ഉള്ളിക്കിട്ടാണ് ഒറ്റ ഇറക്കലിറക്കാം അവിടെ പണി നോക്കാൻ ആളുണ്ടെങ്കിലേ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോ പോലീസ് അങ്ങനെ വരണ്ടേ ഇവൻ ചെറുതായോണ്ടാണ് പിന്നെ സ്കൂളും തുറന്നില്ലേ അല്ലെ ഇപ്പൊ പോകേനി വന്നാലേ നോക്കൂലേ നമ്മള് നോക്കുന്നു ആ ഓനെ പാട്ടൊക്കെ ഇട്ട് പോവാ ഇതിന്റെ നേരെ വരിച്ചല്ലേ ഞാനും മാറി മാറി അപ്പൊ ഓല അങ്ങനെ പോട്ടെ പെരിന്ന് ഇറങ്ങി കുറച്ച് ഏകദേശം ഒരു 3/4 മണിക്കൂറിന്റെ അടുത്ത് നമ്മളിപ്പോ പോകുന്നുണ്ട് ഏതാ സ്ഥലം എന്നറിയില്ല അങ്ങനെ ഒരു ഉള്ളേരിയാണ് അപ്പൊ കറക്റ്റ് സ്ഥലം എവിടെയെന്ന് അറിയില്ല ഫുഡ് കഴിച്ചണം കാരണം 2:30 അപ്പൊ ഇനി കയറി കഴിഞ്ഞാല് ഹോട്ടലിൽ കയറിയ ചോറ് കഴിയും അപ്പൊ ഫുഡ് ഉണ്ടാവൂല എന്തെങ്കിലും ചോറ് എന്തെങ്കിലും തിന്നാം ഞോൽക്കപ്പോൾ അവിടുന്ന് ഭക്ഷണം കിട്ടുകയെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ കുഴങ്ങിയോ ഇനിയും ഉണ്ടോ നോണ അപ്പൊ നമ്മളൊരു ചെറിയൊരു ഹോട്ടല് കണ്ടേക്കണം കേറിയൊക്കെ പാന ഇരുത്തട്ടോല് അങ്ങനെ നമ്മളിപ്പോ ഇവിടെ വെറുംചോറില്ല ഉമ്മ വെറുംചോറിന് ഇതാക്കിയതാണ് ബീഫ് ബിരിയാണി അല്ലേ ബീഫ് ബിരിയാണി ഉള്ളു ചെറിയപ്പോ ഒരു ഹാഫ് എന്താ പറയാ നിങ്ങൾക്ക് പൈച്ചില്ല ബീഫ് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അല്ലല്ലോ ഷഫീഖ് ബീഫ് മന്തി ഫുള്ള് 3 ഹാഫ് അല്ല ബിരിയാണി മന്തി മതിയിട്ടില്ലേ ഇപ്പൊ ഇവിടെ എത്തി 2-3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നല്ല ഇരുന്ന് ഏകദേശം 1 മണിക്ക് ഇതായതാണ് 4 മണിയോളായി 3-4 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഷെഫീക്ക് ചിലപ്പോ പറഞ്ഞു പോയി അതാണെങ്കിൽ നല്ല ഉറക്കമാണ് അതോ എത്തിക്കണോ അറിഞ്ഞ അത് നമ്മള് കേറിയിട്ട് എങ്ങനെ നോക്കാണ്ട് അങ്ങാടിയൊക്കെ കുറച്ച് നടക്കാണ് വണ്ടി ഇല്ലെങ്കിലും ഇടങ്ങാറാ ഷെഫീക്കിന് ഇനി വന്നുവാണെങ്കിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇടങ്ങാറൊക്കെ കാരണം നടക്കാണ്ട് ഉള്ളേരിയ കൂടെയൊക്കെ ആയതുകൊണ്ട് ബസ്സും കാര്യമൊക്കെ ഇതാണ് അവന്റെ കുട്ടിയിലില്ലോലൊക്കെ കമന്റ് ചെയ്യാൻ നമ്മള് പണ്ട് അന്നത്തെ വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞേനെ ഛർദിച്ചാ അന്നരത്തിന് എത്തിയിട്ടോ ലാസ്റ്റ് മൈൻഡും കാര്യങ്ങൾ മാറിയേനെ അപ്പൊ കേറിക്കൊണ്ട് നിൽക്കണം ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് വീഡിയോ കാര്യമൊക്കെ നമ്മള് എടുക്കുക കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും പറ്റൂല ആദോടെ ടൂറന്നതല്ലേ ഇങ്ങോട്ട് ആദൂ നിക്കണോ നല്ല ചെണ്ടോ ആദോ അല്ലത് കൊണ്ടട എൻ്റെ ഒച്ചയല്ല ഇവിടെ കൊറേ മീനും കാര്യങ്ങളുണ്ട് മഴല്ലേ അപ്പൊ വെള്ളം അറിയില്ലേ അതൊന്ന് നിക്കണ ഇവിടെ നിക്കണോ കൊച്ചു ടി വിന്റെ അപ്പുറത്ത് മീനുണ്ട് ഇവിടെ തീറ്റിയുണ്ട് സുഖാണ് എന്ത് മാറിയാ മതി ഇനി കുറച്ചോടെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ഇതാക്കണം ഇവിടെ ഇല്ലേ ലൈറ്റ് എന്താ ഇടാത്തയാവോ വലിയ മീനാണ് അത് നമ്മളിനി അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് അറിയില്ലല്ലോ ഇത് എവിടേക്കാണ് നോക്കി നോക്കട്ടെ അങ്ങനെ അറിയാല്ലേ എന്താ അറിയാല്ലേ നിന്നോക്കട്ടെ അവിടെ കാറ്റൊക്കെ കൊള്ളാൻ സ്ഥലങ്ങളുണ്ട് തറവാട് വരെ മാതിരി ഒരു വര ഇല്ലേ പോലെ രാവിലെ നീക്കുക കോഫി ഇട്ടു ഉച്ചക്ക് നീക്കുക ചോറിട്ടു അപ്പൊ
അവിടെ കൊറേ സ്ഥലമുണ്ട്, ആൾക്കാര് കുറച്ചുള്ളെങ്കില് അല്ലേ ഉണ്ടാവാക്കാരം. അങ്ങനെ ടൈമുണ്ടോ? 5 മണി മുതല് അത്ര നേരം നിക്കാൻ പറ്റുള്ളൂ? റൂമിൽ എത്ര ആൾക്ക് നിക്കാ? ആ അത്ര പറ്റുള്ളൂ? അല്ല ഒരു കുടുംബക്കാരെ മൊത്തം ഞങ്ങളൊന്നും വന്ന് നിക്കാറ്റൂല? നിങ്ങള് പോയിക്കോളി, 4 ദിവസം കഴിഞ്ഞിട്ട് തരാം. കണ്ട ചെലവ് അതിനെ ചെലവ് 3 ആൾക്കാരുണ്ടാ 3 ആൾക്കാർ ചെലവ് നോക്കണ്ടേ. എഴുതൂലേ? ഒക്കെ മൈനസ് ആക്കിക്കണെങ്കി ആരോട്? ഇജോ? ആ കണക്ക് തെറ്റുമല്ലോ അല്ലേ? ഇതൊക്കെ റൂമാണ്, ഇത് റൂമാണ് അല്ലേ? ലാബും ഉണ്ട്, ടെസ്റ്റും ഉണ്ട് അല്ലേ? ഒന്നും പുറത്തേക്കില്ല ഇതിലേ. പക്ഷെ കണ്ടിട്ട് പറവാട് തറവാടാണ്. ചുറ്റുപാടും കാര്യം കണ്ടിട്ട് തറവാട് തന്നെയാണ്. ഇമ്മാക്കെന്താണ് ഇമ്മ ആകെ മീനിനെ നോക്കി നിൽക്കാണ്. ഉപ്പാക്ക് കാണാനും മുട്ടിയൊക്കെ കാരം കാറ് കുത്തിരിക്കല്ലേ പാടി അവന് ഉപ്പാനെ കൊണ്ടുവരാം. കുറച്ചുനേരം ഇവിടെ വന്നിക്കണം. അപ്പോൾ ഒരു റൂമും കാര്യമൊക്കെ സെറ്റാക്കിക്കണം. നമ്മൾ ഇനി ഉപ്പാനായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉപ്പാനെ എടുക്കുകയാണ് കേട്ടോ. റൂം കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണം. പായ വേണ്ടേ? പറഞ്ഞാണ് 2 കട്ടിലാണ്. അങ്ങനെ ഇതാണ് ഹൈറ്റ് കുറവ്. സുഖേ കേറാൻ എടുക്കണെങ്കിലൊക്കെ. നിങ്ങൾ രണ്ടാളും പിന്നെ ആവുമ്പോ പോകൂലേ? സാറായിക്കോളി ഇരിക്കി ഊരാനെടുക്കട അപ്പ കേറി. ഇതാണ് റൂം കേട്ടോ. തിന്നാന് ബാത്റൂം ഇവിടെ തന്നെ ഉണ്ട്. അതിനെ വലിയ കിട്ടില്ല. പനേറ്റ് പുറത്തുകൂടെ പോകാൻ കഴിയൂല. അങ്ങനെ ടേബിളും കസേരയും ഉണ്ട്. ഇവിടെ ഒരു ബെഡ്. ഉമ്മാനോട് പായ എടുക്കാൻ പറഞ്ഞിട്ട് പായ എടുത്തിട്ടില്ല. പഠിച്ച പണി പറഞ്ഞ. അപ്പം ലാസ്റ്റ് വരാനായിട്ട് പറഞ്ഞ നേരത്തെ ഉണ്ടാക്കി മറന്നും ചെയ്തത്. അവഞ്ഞ് ഉപ്പാന്റെ പോലെ സാധനങ്ങളൊക്കെ കാർന്നെടുത്ത് വെക്കാറുണ്ട്. എന്താണ് അങ്ങനെ ഇവിടെ കുത്തിരുന്ന് വർത്താനം കാര്യമൊക്കെ പറയുന്നത്. സാധനം വണ്ടി ഇറക്കിയിട്ടില്ല. ഭയങ്കര തള്ളാണ്. കടക്കാനുള്ള സ്ഥലവും കാര്യമൊക്കെ ഉണ്ടായിട്ടേ. ആരോ പച്ചർച്ചിന്നാണ്. ആരോ ചെറിയ അയൽക്കൂട്ടം. അല്ല സാധനം വണ്ടി നിർത്തിച്ചില്ല. രോഗിനെ കൊണ്ടൊന്ന് കടത്തിയേക്കണേ. അല്ല ഷെഫീക്ക് ഈച്ചിലില്ല കട്ടിലൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ശവപ്പെട്ടി മാതിരി കട്ടിലാണ്. അന്നപ്പോ തീരെയും പോകൂല. എന്ത് പറയണേ? ഇന്നപ്പോ കമ്പനിക്ക് ആള് എന്താ എന്തേ ജല്ലനോട് വന്നേ? മനുഷ്യരൂപ പറഞ്ഞേ? സോറി കാർന്ന് ഇറങ്ങിട്ടേ. ഇന്ന് വരുമോ? ഡോക്ടർ വരുമോ? ഡോക്ടർ മറ്റേ ആളാണ് പറഞ്ഞിട്ട് ഷെഫീക്ക് ഡോക്ടർക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞ? ഡോക്ടർ അല്ല, ഇവിടുത്തെ ചെങ്ങായിക്ക് വിളിച്ചാണ്. ഡോക്ടറിനോട് പറയുന്നത് എടാപോടെ ബന്ധത്തില് ഡോക്ടറിനോട് വർത്താനം പറയും. എന്നാ ഡോക്ടർ പറയണില്ല ഞാൻ ഡോക്ടറാണെന്ന്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ കുമ്പിടി എവിടെയാണ്? പട്ടാമ്പിയിലാണ് അത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷെഫീക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താണ്. ഷെഫീക്ക് ചെറിയപ്പിച്ചറിയില്ല.
തിത്തിമ്മ ഉമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അത് പറഞ്ഞിട്ടത്. കറക്റ്റ് കുടലൂര് കുടലൂര് കുടലൂർ. ആ നിങ്ങളല്ലേ അത് കൊളുത്ത് കാടിയോ? ബാത്റൂമൊക്കെ ഉഷാറാണല്ലോ വൃത്തിയിട്ട്. ഇപ്പൊ ഇവിടെ കറക്കിട്ട് ഞങ്ങൾ സാധനം എടുത്തിട്ട് വരെ സാധനം എടുക്കാൻ പോട്ട്. എന്തേ ആരാ കുട്ടിനായിട്ട് കൊച്ചു ടി വി എന്താണ്? കൊച്ചു ടി വി കമ്പനിക്കാരൊക്കെ കിട്ടിയിരിക്കണം വരുന്നു. അതെ ആ കുട്ടിന്റെ ഇവിടെ ആകെ മീനാളാണ്. അവിടെ ഉണ്ടല്ലോ OP വിഭാഗം. ഇതൊക്കെ മീൻ കുളങ്ങൾ നല്ലോണം ഉണ്ട്. ചെറുതൊക്കെ അവിടെ വെച്ചിട്ട് വലുത് എടുക്കി. ഞാൻ പൊടിച്ചേറിയപ്പോ ഷഫീഖെ കൊണ്ട ചെറിയപ്പോ കൊണ്ട ഒരു കജ്ജ പഠിച്ചോ തന്നിട്ടുള്ളൂ. ബാലൻസ് എന്തൊന്നിലൊന്നും പോണ്ട. ഓൾക്ക് കുളിച്ചൊക്കെ വേണ്ടേ? ഇങ്ങനെ പുച്ഛിച്ചെന്നെ ചെറിയപ്പോ കമ്പിളി കമ്പിളി നല്ല ലുക്ക് ഉണ്ട്. ഒന്ന് പറഞ്ഞ മുന്നിൽ നിൽക്കടാ ഫിഗർ. അപ്പളാ ഇത് മറ്റേ റെയിൽവേ സ്റ്റേഷനിലില്ലേ നിക്ക് ചായ കോഫിലെ പരിപാടി ഞാൻ കണ്ടില്ല. എന്താണ് ചായ വിൽപ്പന അതെ നമ്മളിഞ്ഞി നിങ്ങള് ചായക്ക് വെക്കല്ലേ? ഇനി ചായ ആണെന്ന് നിക്കാണ്. പിന്നെ ഇതൊക്കെ അടക്കി പൊടക്കി വെക്ക. അച്ചാറൊക്കെ കൊണ്ട് എന്തൊക്കെ ഉണ്ട്? അലമാരകളൊക്കെ ഉണ്ടടാ. ഇതാക്കണ അലമാരേ കണ്ടോ? ഇതന്നെ അലമാര. ഇതാക്കണ അവിടെയുണ്ട്. ഇവിടെ രണ്ടെണ്ണത്തിൽ എൻ്റെ ഇവിടെ രണ്ടെണ്ണത്തിൽ ബാക്കിയാണ്. അവിടെയുണ്ട് അല്ലേ? ഒക്കെ എടുത്തേക്കണ്. ആദൂനവിടെ ചങ്ങായിനെ കിട്ടിയേക്കണ്. എവിടെ പോയാലും ആരെയിലൊക്കെ ഉണ്ടാവും. കമ്പനി ആയിട്ട് വരൂല്ല. ഞാൻ അവിടുന്ന് വലിച്ചോണ്ടിരണം. ഇവിടെ നിങ്ങളിവിടെ കടന്നോളിന്നാ നെല്ലിക്കതാളൊക്കെ വെച്ച് പോര്. ഇവിടെ ടെൻഷൻ മാറ്റാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങള് ഞാൻ എങ്ങനെ നോക്കണേ? നിലത്ത് വെച്ച കുടുംബത്തിലേക്ക് ഇന്റെ വായത പെണ്ണുങ്ങളിഞ്ഞ് ചെറിയാപ്പൂന് കിട്ടുവോ? ഷെഫീഖെ ഇന്റെ മാതിരി പെണ്ണുങ്ങളിഞ്ഞ് ചെറിയാപ്പൂന് കിട്ടുവോ? ഇല്ലല്ലോ ഇല്ലല്ലോ. ബലം കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല പാൽച്ചായ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി തരും. അല്ല ഇപ്പൊ ഉണ്ടാക്കി തരൂല്ലോ പേര്. ഉമ്മ ഫോണ് തരും. വെള്ളം വേണം വെച്ചു. വെള്ളം എന്തേ ഞാൻ അങ്ങോട്ട് എത്തണ്ടേ? എന്നിട്ട് നാളെ പോകാം. ഈ സാധനങ്ങളും കാര്യൊക്കെയാണ്. ചായ ഉണ്ടാക്കല്ലോ എന്നാ ഇമ്മ സാബം കൊണ്ട് നിക്കണോ? വിമ്മ് ഇല്ല. അപ്പൊ ഒരു വിമ്മും കണ്ട തുടങ്ങിയോ? എന്നാ വാങ്ങാനൊക്കെ എന്താ വാങ്ങാൻ പറഞ്ഞോളി. സോപ്പിനെ അങ്ങോട്ട് നടക്കണ്ടെങ്കിൽ അത് നടക്കുക. കോണീന്റെ മുന്നേ എന്തായാലും വേണമെങ്കിൽ വാങ്ങിക്കോളി. പായ വേണ്ടല്ലോ. രണ്ടാളും കൂടെ കിടക്കൂലേ? കടന്നോളൂ. അല്ല വേറൊന്നും വേണ്ടല്ലോ. സോപ്പ് വേണോ? വേറെ എന്താണ്ട് ശീലകണ്ണുണ്ടോ? ചണ്ടി ഉണ്ടോ? തിത്തിമ്മ ഉമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരാ ചോദിച്ചത്? ഇപ്പൊ ബേക്കിങ്ങും കാര്യമൊക്കെ അയച്ചല്ല. ബേഗും കാര്യമൊക്കെ കെട്ടയച്ച് ഓരോന്നോരോന്ന് ഇറക്കി വെക്കുകയാണ്. അമ്മ ചായക്കുള്ള സാധനങ്ങളോ കാര്യമൊക്കെ ഇവിടെ ഇപ്പങ്ങൾ ഇങ്ങനെ കാണുന്നതാണ്. പിന്നെ സ്പൂണ് ഹോസ്പിറ്റലിൽ പോണവർക്ക് അറിയാം. ഒരു തൂക്കാൻ പാത്രം ഉണ്ടാവും. അയക്കില കയ്യിലുണ്ടാവും. ഇതെന്തമ്മ ലേഹ്യോ? പാത്രം കേൾക്കണത്. അല്ലെങ്കിൽ ഡോക്ടർ എന്താ തന്നറിയില്ലല്ലോ. 3 പ്ലേറ്റ് ഉണ്ട് കറക്റ്റ്. എന്തേലും ഇട്ടക്കാല പാത്രങ്ങള് സോപ്പും പൊടി അല്ല പോക തിരുമ്പിങ്ങനൊക്കെ ഇവിടെ വരാല പരിപാടി ഒന്നുമില്ലേ? ഇത് കറിക്കില്ല പാത്രം അല്ലേ?
പിടിച്ചല്ലാത്തന്നാ അല്ലെങ്കിൽ പിടിച്ചില്ല ചോദിച്ച് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ റാക്കിലല്ലേ. ഇതിലിപ്പോ രോഗി ആരാ നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലേ. എവിടെ ചെറിയ കൊടുത്തീന് ഞാൻ വണ്ടിയല്ലേ ശരി മൂടിത്തില്ലേ അതവിടെ കൊള്ളുമാ മേലൊക്കെ ചോക്കി അടിയില്ല അടയോ ഇല്ലല്ലോ. ആ എന്നാ അവിടെ വെച്ചല്ലേ. ഇത് നമ്മളെ പേരൊക്കൊന്നും തരൂല കേട്ടോ. ഇങ്ങനെ ഉസുവാക്കണ്ട. 2 ആഴ്ച ഷെഫീക്ക് ഗ്രാമ്പൊക്കെ തിളപ്പിച്ച് കൊണ്ടുവന്നിക്കണോ. നീന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പത്തിന് ടച്ചപ്പൊക്കെ ചെയ്ത് ഇപ്പത്തെ ഷെഫീക്കിന് ഇനി ഇറങ്ങുമ്പത്തെ ഷെഫീക്കിനോ എന്താപ്പാ ഇപ്പൊ കയ്യൊക്കെ കൊട്ടി കിടക്കണൊക്കെ ലാല്ല ആ വൈബില് കിടക്കണത് ഇപ്പൊ ഇതൊക്കെ. അപ്പൊ ഇതന്നെ ഇറക്കി പൊടിക്ക കഴിഞ്ഞ റസാളല്ലേ. നല്ല വെളുത്തില്ലേ അച്ചാറൊക്കെ ഉണ്ട്. അത് ഞാൻ തിന്നോക്കിട്ടില്ല അമ്മ, ടെസ്റ്റ് ചെയ്തിട്ടില്ല. രസമുണ്ടല്ലേ? ആണോ? നല്ല രസമല്ല അച്ചാറാണ്. ചായ കട്ടൻ വേണോ പാല് വേണോ കാപ്പിയാണോ? എന്താ വേണ്ടില്ല അത് വിട്ടാണ് പറയുന്നതാണ്ട്. കട്ടൻ വേണോ പാൽ കാപ്പി പാൽ ചായ എന്താണ് പാൽ ചായ എന്നാ കട്ടൻ അല്ലേ ചോദിച്ചല്ലേ ഞങ്ങള് കാണാം. അപ്പൊ പറയല് നിങ്ങളതല്ലേ. ആ രണ്ടും കൊണ്ടുവന്നോളൂ. മോടിയുടെ കഴിച്ചല്ലേ. എയിലമ്മ ചായ ഉണ്ടാക്കണ്ടേ? അതെ നമുക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാം. വിരി ഉണ്ടാക്കി തരാനേ. ഇപ്പൊ ഡോക്ടറും കാര്യമൊക്കെ വന്നേന്. ചെക്കപ്പും കാര്യമൊക്കെ കഴിഞ്ഞ് എന്താ പറഞ്ഞേ നാളെയൊക്കെ അറിയല്ലോ ചോദിച്ചില്. ചെറിയപ്പനോട് എന്താ പറഞ്ഞേ? നാളെ തുടങ്ങാന്നല്ല ഇവിടെ നിന്നാ എന്തൊക്കെ തരാറുണ്ടോ? കൊയിച്ചിലോ നെല്ലിക്കത്താടോ ചെറിയ ചായ എടുക്കല്ലേ? അപ്പൊ ഇനി ചായ ഉണ്ടാക്കട്ടെ. എയില തൂക്കാത്രത്തിൽ ഉണ്ടാക്കല്ലേ? പിന്നെ ഇതില് നമ്മള് ഫ്ലാസ്ക് ഇതൊക്കെ കൊണ്ടുവന്നിക്കണ്. കടി വാങ്ങണ്ടാന്നേ. അപ്പൊ കടി ഇല്ല പറഞ്ഞു. നിങ്ങളിപ്പോ വന്നല്ലോ. നാളെ മുതൽ നിങ്ങൾക്ക് കടി ഉണ്ടാവും. ചോറുണ്ട്. അല്ല ചായക്കടിയും ചോറൊക്കെ ഉണ്ട്. ഇവർക്കില്ലല്ലേ ചോദിച്ചു. ചെറിയ ഞാനില്ല ചോദിക്കോ. നോക്ക ചത്താലും കുടിച്ചിട്ടോ. നോക്ക അച്ചപ്പൊക്കെ 2 ആഴ്ചയൊക്കെ തിന്നിട്ടൊക്കെ ഓരോ ദിവസം ഓരോ വാമ. അത് നമ്മള് ചായ ഇതൊക്കെ ചായ ഉണ്ടാക്കട്ടെ. നമ്മളിപ്പോ നല്ല കട്ടൻ ചായ ഒക്കെ തൂക്കാത്രത്തിൽ ഉണ്ടാക്കിക്കുന്നുണ്ട്. ഇതിപ്പോ ഷെഫീക്ക് ഇപ്പൊ ബക്കറ്റും കാര്യമൊക്കെ വാങ്ങിക്കൊണ്ടെന്നാണ്. ആദൂനെന്താണ്ടി ആദ്യം ഇവിടെ ഒരു മീനെ കിട്ടിക്കണം. അതിന്റെ എന്നാല് ചായ ആണോ? ചായ ഗ്ലാസ് ഉണ്ടോ മഞ്ഞ്? ചൂടാണ് കേട്ടോ. കുറച്ചു തരാം കേട്ടോ. ആ എന്തേ അതൊക്കെ കുറിച്ച് പോയിക്കോ. ചായ പോവാണെങ്കിൽ എങ്ങനെയുണ്ട് അച്ചപ്പോ? പോയി നമ്മളിവിടെ ഹായ് ഹായ് ഇഷ്ടാണ് അല്ലേ? അപ്പൊ അത് സ്കൂളുണ്ട് നാളെ. നാളെ സ്കൂൾക്ക് പോണെന്നേ. കുറച്ച് കഴിഞ്ഞ് പോണം കേട്ടോ. എന്നാ പോണില്ല. നിക്ക അപ്പൊ ഞങ്ങളെല്ലാരും ചായ കുടിച്ചട്ടെ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകണ്ടേ അറിയാപ്പോ. അപ്പൊ തന്നെ രാവിലെ അല്ലേ? നിങ്ങളല്ലേ രാവിലെ അമ്മേ? നിങ്ങള് നാളെ ഒന്നോ ഇത് ദിവസം 2 ഭയങ്കര ക്ഷീണം. ഉറങ്ങല്ലേ ഉയിച്ചില് കഴിഞ്ഞ
അങ്ങനെ ഇപ്പൊ ഏകദേശം 6:30 ടൈം ആവാനായി. അപ്പൊ ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങാണ്. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചെട്ടിക്കുന്നൊന്നും കണ്ടോളൂ. എപ്പോഴും ഇവിടെ ഉണ്ടാവും. കുറെ ആൾക്കാർ വരാന്ന് പറഞ്ഞു. ശരി, അപ്പൊ അവിടെ ഒന്ന് കളിയാക്കിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈം പറയും പറയാലോ. പോയച്ച മെരേജ് വരുവാണ്ടി ഇറക്കും നടക്കും ഞമ്മക്ക് അവിടെ പോയിമാ എന്തേലൊക്കെ പറഞ്ഞ അങ്ങോട്ട് ചാടി വരണം. ഇപ്പൊ എന്ത് പറഞ്ഞു മുറ്റടിച്ചാൻ വരണം. ഓയ് പോയി ആ പോയിക്കോളി 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 നടക്കറിയാപ്പോ പോയിട്ടോ ഞാൻ പോയി പോലി മുറ്റത്ത് കയറി. ആ അതോടെ ഇതിന് ഇവിടെ തല എങ്ങനെ കടന്നിട്ട് ഇവിടുന്ന് കുളിപ്പിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇവിടെ ഡോക്ടറും കാര്യമൊക്കെ ഉണ്ടേനി. അതിന് പിന്നെ ഇറങ്ങണ ഫ്രെയിമും കാര്യം നടക്കേന്. ഷഫീഖ ആരോടാ ആര് ഷഫീഖ്? അപ്പൊ ഇതിന്റെ മേലെയും കാര്യമൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരൊക്കെ പിന്നെയും ഒന്ന് കമന്റ് ചെയ്യാ കാണാലോ ഇൻഷാ അല്ലാ അല്ലേ. കേറല്ലേ അപ്പൊ ഞമ്മള് പോകാണ്. പോയി എങ്ങനെ തല പുറത്താ ജനന്റെ പുറത്താ പോയിമാ പോയിമാ എന്നാ കേറിയാ. അപ്പൊ ടാറ്റ എല്ലാരോടും. ആ പാട്ടേക്കാൻ പോയതാണ്.